ഒരിക്കലെങ്കിലും ഒരു ഡോക്ടർ ആവണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? നാട്ടിൽ MBBS പഠിക്കാൻ വേണ്ടിയിട്ട് 1 കോടിയിലേറെ ചെലവ് വരുമ്പോൾ ഹാർവെസ്റ്റ് അതിന്റെ 1/4 ചെലവിലാണ് ഒരേ ഒരു A ഗ്രേഡ് യൂണിവേഴ്സിറ്റിയായ അവിസന്ന തജിക് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് അഡ്മിഷൻ എടുത്തു തരുന്നത്. നിങ്ങൾ ഇപ്പോഴും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്റെ സീനിയറായിട്ട് പഠിച്ച ഡോക്ടർ ഹരിക്ക് പറയാനുള്ള ഒരു പോയിന്റും കൂടെ നിങ്ങളൊന്ന് കേട്ടു. സെൻട്രൽ ഏഷ്യയിലെ ഏറ്റവും വലിയ പീഡിയാട്രിക് ഹോസ്പിറ്റൽ വരുന്ന ഒരു മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലും കൂടാണ് ഞങ്ങൾ പഠിച്ചത്. അതുപോലെ തന്നെ ഈ അവിസന്ന തജിക് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിക്ക് മാത്രമാണ് തജിക്കിസ്ഥാനിൽ ഒരു 1650 ബെഡഡ് ആയിട്ടുള്ള ഓൺ ഹോസ്പിറ്റൽ ഉള്ളത്. അപ്പോൾ അത്രയും ഒരു ബെസ്റ്റ് ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ട് വന്നതുകൊണ്ട് തന്നെ തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് നമ്മളിവിടെ വർക്ക് ചെയ്യുന്ന സമയത്താണ് ആ കോളേജിൻ്റെ ഒരു ബെനിഫിറ്റ് നമ്മൾ ഭയങ്കരമായിട്ട് മനസ്സിലാക്കുന്നത്. ഇപ്പോഴും വീഡിയോ കാണുന്നവരോട് അടുത്ത 30 സെക്കൻഡ്സിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തുകൊണ്ടായിരിക്കണം ഹാർവെസ്റ്റ് നിങ്ങളുടെ ഒരേ ഒരു ചോയ്സ്. MBBS പഠനത്തിന് കുറേ പൈസ ചിലവ് ആവശ്യമുള്ളതാണ്. എനിക്കും അതൊരു വലിയൊരു ഘടകമായിരുന്നു എഡ്യൂക്കേഷൻ ലോൺ എന്നുള്ളത്. എന്നെ അതിൽ കൂടുതലും സഹായിച്ചത് ഹാർവെസ്റ്റ് എബ്രോഡ് ആയിരുന്നു. എൻ്റെ യൂണിവേഴ്സിറ്റി വെരിഫിക്കേഷൻ, എംബസി വെരിഫിക്കേഷൻ, എഡ്യൂക്കേഷൻ ലോണിനുള്ള എല്ലാ പ്രോസസ്സും അസിസ്റ്റൻസും അവരായിരുന്നു എനിക്ക് തന്നത്. ഞാൻ MBBS പഠിക്കുന്ന സമയത്ത് എനിക്കൊരു മെഡിക്കൽ എമർജൻസി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പേരൻസിനൊന്നും എനിക്ക് സഡനായിട്ട് റീച്ച് ചെയ്യാൻ പറ്റാത്ത സമയത്ത് ഹാർവെസ്റ്റിൻ്റെ അവിനാശേട്ടൻ അവിടെ ഉണ്ടായിരുന്നു. ഹാർവെസ്റ്റിൻ്റെ ഡയറക്ടറാണ് പുള്ളി. എനിക്ക് ഫുൾ ഒരു മെഡിക്കൽ സപ്പോർട്ട് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. സോ ഞാനിപ്പോൾ ഒരു ഡോക്ടറായിട്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഞാനത് വന്ന് പറയുകയാണെങ്കിൽ അവരെനിക്ക് തന്നൊരു സപ്പോർട്ട് കൊണ്ടാണ്. നാട്ടിൽ MBBS പഠനം വളരെ കോസ്റ്റ്ലിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഫോറിനിൽ പോയി MBBS പഠനം 4/1 ചെലവിൽ പഠിക്കാൻ ശ്രമിച്ചത്. ഞാൻ ഹാർവെസ്റ്റ് ത്രൂ 5 വർഷവും സ്കോളർഷിപ്പോടെയാണ് അവിടെ നിന്ന് പഠിച്ചിറങ്ങിയത്. നമുക്കെല്ലാവർക്കും അറിയാം 2020 കൊറോണ വരുന്ന ടൈമിൽ എബ്രോഡ് MBBS ചെയ്ത കുട്ടികൾക്കൊക്കെ, ഓൺലൈനായിട്ട് MBBS ചെയ്ത കുട്ടികൾക്കൊക്കെ ഇന്ത്യയിൽ വന്നിട്ട് 2 ഇയർ ഹൗസ് സർവീസ് ചെയ്യണമെന്നൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. നമ്മൾ ഹാർവെസ്റ്റ് എബ്രോഡ് ത്രൂ പോയതുകൊണ്ട് തന്നെ നമുക്ക് 1 ഇയർ മാത്രം ചെയ്താൽ മതിയായിരുന്നു. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹാർവെസ്റ്റ് എബ്രോഡ് ഒരു ഫ്ലൈറ്റ് തന്നെ ഇവിടുന്ന് ചാർട്ടർ ചെയ്തിട്ട് നമ്മുടെ കോളേജ് ഇരിക്കുന്ന തജിക്കിസ്ഥാനിലേക്ക് നമുക്കൊരു ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് തന്നു. ആ ഒരു ഒറ്റ സഹായം കൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ ലൈഫിൽ ഒരു 1 ഇയർ സേവ് ചെയ്യാൻ പറ്റിയത്. കാരണം 2 വർഷം ഇന്റേൺഷിപ്പ് എന്നുള്ളത് 1 വർഷമായി മാറിയത് വളരെ സഹായമാണ്. സെൻട്രൽ ഏഷ്യയിലെ ലാർജസ്റ്റ് പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റായ അവിസന്നയിലെ പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു നമ്മുടെ ക്ലാസ്സസ് അധികവും വന്നത്. സോ ഇവിടെ നാട്ടിൽ തിരിച്ച് വന്നതിന് ശേഷം തന്നെ എനിക്ക് നോക്കുമ്പോഴേക്കും ഒരുപാട് ബെനിഫിറ്റ് തോന്നുന്നുണ്ട്. ഡോക്ടേഴ്സ് പാനൽ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ MBBS അഡ്മിഷൻ എടുക്കുന്നത് മുതൽ നിങ്ങളുടെ ഈ 5 ഇയർ ജേണി കഴിഞ്ഞ് നിങ്ങളൊരു ഡോക്ടറായി തിരിച്ചു വരുന്നത് വരെ ഇന്ത്യയിലും വിദേശത്തുമായി വർക്ക് ചെയ്യുന്ന 50-ൽ പരം ഡോക്ടേഴ്സ് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. എൻ്റെ MBBS കരിയർ ഞാൻ പൂർത്തിയാക്കിയത് ഹാർവെസ്റ്റ് എബ്രോഡിൻ്റെ കൂടെയാണ്. ഇന്ന് എൻ്റെ പേരിൻ്റെ കൂടെ ഡോക്ടർ എന്നൊരു പ്രിഫിക്സ് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ എൻ്റെ പേരൻസിനോടും ദൈവത്തോടും നന്ദി പറയുന്നതിനോടൊപ്പം തന്നെ ഹാർവെസ്റ്റ് എബ്രോഡിനോടും കടപ്പെട്ടിരിക്കുകയാണ്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ FMG പാസ് പെർസെൻറ്റേജ് ഉള്ളത് ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റിക്കാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മലയാളി സ്റ്റുഡൻസ് പഠിക്കുന്നതും ഏറ്റവും കൂടുതൽ ഡോക്ടേഴ്സ് പഠിച്ച് പാസ്സായി ഇറങ്ങുന്നതുമായിട്ടുള്ള അവിസന്ന തജിക് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ എൻ്റെ MBBS കംപ്ലീറ്റ് ചെയ്തത്. ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന ഈ 5 കൊല്ലം ഹാർവെസ്റ്റ് വന്ന ഒരു സപ്പോർട്ടിൻ്റെ പുറത്താണ് ഞങ്ങൾ ഇന്ന് ഈ ടെസ്റ്റ് മണി ചെയ്യാനുള്ള കാരണം. ഒരു ഏജൻസി എന്നതിലുപരി ഹാർവെസ്റ്റാണ് ഞങ്ങൾക്ക് വേണ്ട എല്ലാവിധ അക്കാഡമിക് സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്തത്. ഐ സ്ട്രോങ്ലി സപ്പോർട്ട്, ഹൈലി റെക്കമെൻഡ് ഹാർവെസ്റ്റ് എബ്രോഡ് സ്റ്റഡീസ്